സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള ജ്ഞാനധാരകളുടെ ഗുണഭോക്താകാൻ അധികാരികൾ ആരൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ട് ഇപ്പോഴും വലിയ ധാരണ ജനസാമാന്യത്തിനില്ല. ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള വിജ്ഞാനധാരകളും ജ്ഞാനധാരകളും ധാരാളമായിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഭോക്തൃത്വം, അതിൻ്റെ ഒന്നാമത്തെ അധികാരം പഞ്ചമഹായജ്ഞങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ആളാകണം എന്നുള്ളത് തന്നെയാണ്. പഞ്ചമഹായജ്ഞങ്ങൾ ആചരിച്ച് ജീവിക്കാത്ത ഒരാളിന് ജ്യോതിശാസ്ത്രമോ ജ്യോതിഷമോ ഉപയോഗിച്ച് ജീവിതത്തിൽ നൈർമല്യം വരുത്താൻ, പൗഷ്കല്യം വരുത്താൻ സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വൈദ്യശാസ്ത്രം പോലും, ആയുർവേദം പോലും, ആയുർവേദത്തിൻ്റെ പിന്തുടർച്ചയായിട്ടുള്ള മോഡേൺ മെഡിസിൻ പോലും തീർച്ചയായിട്ടും പഞ്ചമഹായജ്ഞങ്ങൾ ആചരിച്ച് ജീവിക്കുന്ന ഒരാൾ സ്വീകരിക്കുന്നത് പോലെ, അയാളിലേക്ക് അതിൻ്റെ ഗുണാംശങ്ങൾ സ്വാംശീകരിക്കപ്പെടുന്നത് പോലെ അത് ആചരിക്കാത്ത ഒരാളിലേക്ക് സ്വാംശീകരിക്കപ്പെടുകയില്ല. ജ്യോതിഷം മാത്രമല്ല, വേദസംബന്ധിയായിട്ടുള്ള ഉപശാസ്ത്രങ്ങൾ ഏതു തന്നെയായാലും ഇതിൻ്റെ എല്ലാം ഉത്തമാധികാരം പഞ്ചമഹായജ്ഞങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ആളിന് മാത്രമാണ്. പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മം, ദേവം, പിതൃ, മാനുഷം, ഭൂതം എന്നിങ്ങനെ 5 അത് ഗൃഹസ്ഥൻ അവശ്യം ആചരിച്ചിരിക്കേണ്ടതാണിത്. അവശ്യം ആചരിക്കുക എന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത് എന്ന് തന്നെയാണല്ലോ അർത്ഥം. ബ്രാഹ്മം അതിലുൾപ്പെടുക എന്ന് പറയുന്നത് മുഖ്യമായിട്ട് ആർഷദർശനങ്ങളുടെ നിത്യപാഠമാണ്. നിത്യേന എന്നവണ്ണം ഋഷിമാരുടെ ദാർശനിക സംഹിതകളോ അതിൻ്റെ അനുബന്ധ വിഷയങ്ങളോ അല്പമെങ്കിലും പാരായണം ചെയ്യണം. പാരായണം ചെയ്തതിനെ മനനം ചെയ്യണം. അത് രണ്ടും വേണം. അപ്പോൾ ശ്രവണ മനന നിധിധ്യാസങ്ങൾക്ക് ആർഷദർശനങ്ങൾ നിത്യേന വിധേയമാകുക എന്നുള്ളതാണ് ബ്രാഹ്മയജ്ഞത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. അത് ഗൃഹസ്ഥനെ സംബന്ധിച്ച്. ബ്രഹ്മചാരിയെ സംബന്ധിച്ച് ബ്രഹ്മചാരി നിത്യേന ബ്രഹ്മചര്യകാലം വരെ ശക്തമായ നിഷ്ഠയോടുകൂടി വ്യവസ്ഥാപിതമായ പദ്ധതിയിൽ ജീവിക്കണം എന്നുള്ളത് രണ്ടാമത്തെ ഭാഗം, ബ്രഹ്മചാരിയെ സംബന്ധിക്കുന്ന ഭാഗം. ഇതാണ് പൊതുവിൽ ബ്രാഹ്മയജ്ഞമായിട്ട് പറയാനുള്ളത്. പിന്നെ വേദപാണ്ഡിത്യമുള്ളവർക്ക് കുറച്ചധികം വിഷയങ്ങൾ വേറെയുണ്ട് ബ്രാഹ്മയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട്. നന്നായിട്ട് അതിൻ്റെ പല ഭാഗങ്ങളും നിത്യപാഠത്തിന്, നിത്യേനയുള്ള ഓത്തിനായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെയുള്ള നിഷ്ഠകളുണ്ട്. അപ്പോൾ അത് കർക്കശമായ വേദപാണ്ഡിത്യം ഉള്ളവരുടെ മാത്രം വിഷയമാണ്. സാമാന്യമായിട്ട് ഭാഗവതം പഠിക്കാം, പാരായണം ചെയ്യാം. അത് ഈശ്വരോപാസന രൂപേണ പാരായണം ചെയ്യുന്നില്ല, പഠിക്കാനായിട്ട് പാരായണം ചെയ്യുന്നതാണ് ബ്രാഹ്മയജ്ഞത്തിനകത്ത് വരിക. ഭാഗവതമാകാം, സഹസ്രനാമ വ്യാഖ്യാനങ്ങളാകാം, രാമായണമാകാം, ഉപനിഷത്തുകളാകാം. ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ പഠിക്കുക എന്നുള്ളത്, അതാണ് സാമാന്യമായിട്ട് ബ്രഹ്മം. ഇത് നിത്യേന അല്പമെങ്കിലും ഒരു പേജെങ്കിലും, ഒരു ഖണ്ഡികയെങ്കിലും, ഒരു വരിയെങ്കിലും മനനം ചെയ്തിരിക്കണം. അതാണ് ബ്രഹ്മം. ഈ ബ്രാഹ്മം ആചരിക്കുന്നത് വഴിയാണ് ഋഷിമാരോടുള്ള കടം, ഋഷിഋണം വീട്ടപ്പെടുന്നത്. അപ്പം ദേവയജ്ഞം നിത്യേന അവനവൻ്റെ അറിവനുസരിച്ചുള്ള ദേവോപാസനകൾ ചെയ്യുക. പലർക്കും പല നിലവാരത്തിലായിരിക്കും ഈശ്വരോപാസനയ്ക്കുള്ള അറിവ്. അതിൽ നിത്യേന അവനവൻ്റെ അറിവിൻ്റെ പരിധിയുടെ പരമാവധിയിൽ നിന്നുള്ള ഈശ്വരോപാസനകളെ ആചരിക്കലാണ്
ദേവയജ്ഞത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം വരുമാനത്തിൻ്റെ 10% ദേവാവശ്യങ്ങൾക്കായിട്ട്, ദേവോപാസനാവശ്യങ്ങൾക്കായിട്ട്, അത് കാലദോഷ പരിഹാരാർത്ഥമാകാം, കുലദേവതാ പൂജനാർത്ഥമാകാം, ദേശദേവതാ പൂജനാർത്ഥമാകാം. അങ്ങനെ ഈ ആവശ്യങ്ങൾക്കായിട്ട് വരുമാനത്തിൻ്റെ 10% കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് ദേവയജ്ഞത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തേത് പിതൃയജ്ഞം. പിതൃയജ്ഞം എന്ന് പറയുന്നത് 3 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന്, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി ഇവരെയൊക്കെ അർഹിക്കുന്ന വിധം സ്നേഹബഹുമാനങ്ങൾ സമർപ്പിച്ച് പൂജിക്കുക. രണ്ടാമത്തത്, മരിച്ചുപോയവരുടെ ശ്രാദ്ധാദി ക്രിയകൾ യഥാകാലം, യഥാവിധി, യഥോചിതം ആചരിക്കുക. മൂന്നാമത്തത്, സൽസന്തതിയെ വംശത്തിന് സമർപ്പിക്കുക. സന്തതിയെ സത്താക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു മഹാക്രിയ, സന്തതിയെ നല്ല സംസ്കാരത്തിൽ അത്യുത്തമനായി വളർത്തി സ്വന്തം വംശത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനുമായി സമർപ്പിക്കുക, അത് മൂന്നാമത്തെ ഭാഗം. ഇത് 3ഉം ചേരുന്നതാണ് പിതൃയജ്ഞം. പിതൃയജ്ഞം വഴി പിതൃക്കളോടുള്ള കടപ്പാട് വിട്ടപ്പെടും. ദേവയജ്ഞം വഴി ദേവകളോടുള്ള കടപ്പാടും വിട്ടപ്പെടും. ദേവഋണവും പിതൃഋണവും വിട്ടപ്പെടും. നാലാമത്തതാണ് മാനുഷം. മാനുഷയജ്ഞം അവനവൻ്റെ വരുമാനത്തിൻ്റെ 10% കൃത്യമായി അർഹപാത്രങ്ങളിൽ സമർപ്പിക്കുന്നത്, ബഹുമാനപൂർവ്വം സമർപ്പിക്കുന്നത് ആണ് മാനുഷം. ഭൂതയജ്ഞം നിത്യേന ഉള്ള പ്രകൃതി പൂജയാണ്. പശുപക്ഷി വൃക്ഷ മൃഗാദികൾക്ക് പ്രതിഫലേച്ഛയില്ലാതെ പൂജിക്കുന്നതാണ് ഭൂതയജ്ഞം. ഈ 5 യജ്ഞങ്ങളെ കൃത്യമായി പാലിക്കുന്ന ആളിനെ ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള ജ്ഞാനധാരയുടെയോ വിജ്ഞാനധാരയുടെയോ ഗുണഭോക്താവാകാൻ അധികാരമുള്ളൂ. അല്ലാതുള്ളവരെല്ലാം അതിനെ ആശ്രയിച്ചിട്ട് ഫലപ്രാപ്തി ഉണ്ടായില്ല എന്ന് പരാതി പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല എന്നർത്ഥം.